This is day 2 of my 7-day water fasting. ഇപ്പോൾ ഞാനൊരു 24 hours ഓൾമോസ്റ്റ് എൻ്റെ ഫാസ്റ്റിങ് ഞാൻ കഴിഞ്ഞു. 24 hours എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാരണം ഐ ബീൻ ടേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ് സിൻസ് ലാസ്റ്റ് 1 year. അതായത് ഞാൻ ഡെയിലി ഒരു നേരം മാത്രമാണ് ഈ മീൽസ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 24 hours എനിക്ക് ഒരിക്കലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഹോം വർക്കൗട്ട് കുറച്ച് ചെയ്തു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ എന്താണ് ഞാൻ എക്സസൈസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ ഞാനൊരു ഗ്ലൂക്കോസ് മോണിറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ ജസ്റ്റ് വാട്ടർ ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ ബ്ലഡ് ഷുഗർ കൺട്രോൾ എഫക്റ്റ് ആവുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വെയിറ്റ് ഇന്നലെ വെച്ച് നോക്കിയപ്പോൾ ഇന്ന് ഒരു 1 kilo കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഈ വാട്ടർ ഫാസ്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ 1 by 1 ആയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് നടക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ റൈസ് ഉള്ളത് കൊണ്ട് മസിൽ ലോസ് അങ്ങനെ സംഭവിക്കില്ല. പിന്നെ മസിൽ ലോസിനെ പേടിക്കുന്നവർക്ക് ജസ്റ്റ് സിമ്പിൾ അധികം ഹെവി അല്ലാത്ത വർക്കൗട്ട് മെയിൻ്റെനൻസിന് വേണ്ടി ചെയ്യാം. ഇനിയിപ്പോൾ ഇൻ കേസ് മസിൽ ലോസ് വന്നാൽ തന്നെയും അത് പെർമനൻ്റ് അല്ല. അത് നമ്മൾ ബാക്ക് ടു നോർമൽ ഡയറ്റ് ആകുമ്പോൾ അതിന് തിരിച്ചു വരും. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെൻ്റൽ ക്ലാരിറ്റിയാണ്. അത് നമ്മൾ മൈൻഡ് ഇപ്പോൾ അധികം ഷുഗറും അധികം ഇൻസുലിൻ സ്പൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും, നല്ല കോൺസെൻട്രേഷനും നമുക്ക് ഉണ്ടാകും. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയും. അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആ നീർക്കെട്ട് കുറഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ അടുത്ത ബെനിഫിറ്റായിട്ട് വരുന്നതാണ് ഡൈജസ്റ്റീവ് റീസെറ്റ്. അതായത് നമ്മുടെ ഗട്ട് ഇത്രയും നാളും നമ്മൾ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ടൈമിലേക്ക് നമ്മളൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഹാർട്ട് ബേൺ, ആസിഡ് റിഫ്ലെക്സ് ഒക്കെ അസുഖമുള്ളവർക്കൊക്കെ അത് റീസെറ്റ് ആവുകയും ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ബെനിഫിറ്റാണ് ഇൻസുലിൻ്റെ ലെവൽ നല്ലോണം കുറയും. അതായത് ഇപ്പോൾ പ്രീ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഫാസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഈ ഒരു ഡയറ്റ് ഇൻസുലിൻ എടുക്കാൻ പാടില്ല. അത് മെഡിക്കൽ സൂപ്പർവിഷനിലൂടെ തന്നെയായിരിക്കണം എടുക്കേണ്ടത്. അതിന് ട്രെയിൻ ചെയ്യണം. ഞാനൊരു വർഷമായിട്ട് ഫാസ്റ്റിങ് ചെയ്ത് എൻ്റെ ബോഡീനെ ട്രെയിൻ ചെയ്തിട്ടാണ് ഞാനിതെടുക്കുന്നത്. തുടക്കത്തിൽ ഒരാൾക്കും ഇതിങ്ങനെ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അടുത്ത ബെനിഫിറ്റാണ് ഓട്ടോഫേജി എന്ന് പറയുന്ന മെക്കാനിസം. അതായത് ശരീരത്തിൽ നമ്മൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ് ഓട്ടോഫേജി. ഈ ഓട്ടോഫേജി എന്ന മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ 10 ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി കൂടും ഈ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ. എന്താണ് ഈ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡാമേജായ സെല്ലുകൾ, ഡാമേജായ DNAസിനെ റിപ്പയർ ചെയ്യുന്ന മെക്കാനിസമാണ് ഈ ഓട്ടോഫേജി. ഇതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉള്ള സെല്ലുകളെ ഇത് റിപ്പയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാട്ടർ ഫാസ്റ്റിൻ്റെ ബെനിഫിറ്റ്സ്.